എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ചായ പലഹാരമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന നമ്മുടെ ചായക്കടയിലെ വെട്ട് കേക്ക്. ഇത് ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണില്ല. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. നമുക്കിത് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെട്ട് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വറുത്ത റവയാണ് കേട്ടോ, അതൊരു ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതൊരു പിഞ്ച് മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പൊടിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. 2 കപ്പിനൊക്കെ ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇത് കുറഞ്ഞ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 ഏലക്കയുടെ കുരു, ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു മുട്ടയാണ് കേട്ടോ, കോഴിമുട്ടയാണ്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് എടുക്കാം. എനിക്ക് ചില ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഉള്ള വെട്ടുകേക്ക് കിട്ടാറുണ്ട്. അതൊരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൈനാപ്പിൾ എസൻസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വാനില എസൻസ് ചേർത്തെടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് യെല്ലോ കളറ് ചേർക്കുന്നുണ്ട് കേട്ടോ, ഫുഡ് കളറ്. അപ്പോൾ അത് ജെൽ ടൈപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. കളറ് ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുകയാണ് കേട്ടോ. ഒരു നുള്ള് ചേർത്താൽ മതി. അതും കൂടി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടിയിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മാവിൽ നനവ് കൂടുതലാണെങ്കിൽ ഒരല്പം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതല്ലെങ്കിൽ ഓയിലായാലും മതി, അല്ലെങ്കിൽ നെയ്യാണെങ്കിലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ കൂടുതലാണെങ്കിൽ, വെള്ളാംശം കൂടുതലാണെങ്കിൽ ഒരല്പം മൈദയോട് ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് വെക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു നനഞ്ഞ ടവൽ നനച്ചിട്ട് മീതെ ഇട്ട് കൊടുത്ത് പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇനി ഇതെടുത്ത് നോക്കുന്നത്. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നനഞ്ഞ ടവൽ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ കൈ കൊണ്ട് നല്ല ഒരു കുഴൽ രൂപത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു കട്ടിംഗ് ബോർഡിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല നൈസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ വെട്ടുകേക്കായിട്ടാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നല്ല നൈസാക്കി ഇതുപോലെ ചെയ്തെടുത്തത്. ഇനി ഒരു കത്തി വെച്ചിട്ട് കുറച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വലിയ വലിപ്പത്തിലുള്ള കേക്കാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ നീളം കുറച്ച് കട്ടിയിലാക്കിയിട്ട് വലിയ പീസാക്കി മുറിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുത് മതിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്ത് മുറിച്ചെടുക്കാം. വല്ലാതെ മുറിച്ച് കളയരുത്. പതുക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. വലുതായാലും പ്രശ്നമൊന്നുമില്ല, നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. നല്ലപോലെ തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അതിലുള്ളിൽ വേകാതെ മുകളിലെ ഭാഗം വേഗം മുരിഞ്ഞ് വന്നിട്ട് ഉള്ളിൽ വേകാതെ വരും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കണ്ട 2 വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ടുകേക്കാണ് കേട്ടോ. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്.
പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഫ്ലേവർ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുകാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.